പിന്നെ അടുത്ത വർക്ക് പവർ എനർജി എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞ സംഭവം വർക്കിൻ്റെ ഡെഫിനിഷനാണ് അറിയാനുള്ളത്. വർക്കിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ഉണ്ട്, ഒരു മാസിൻ്റെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ബോഡി ഇങ്ങോട്ടേക്ക് അഥവാ പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സും ഈ പറഞ്ഞ ബോഡിയുടെ ഡിസ്പ്ലേസും തമ്മിൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വർക്ക് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ, എഫ് ഡോട്ട് ഡി എസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എഫ് ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ ആൻഡ് ഈ പറഞ്ഞ എന്താണ് എസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോഴ്സ് ഏത് ഈ ബോഡീൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഈ ബോഡിയുടെ ഏത് പോയിന്റിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ പോയിന്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ദാറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. പിന്നെ എന്താ അഥവാ അത് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ നോർമലായിട്ട് എഫ് ഡി കോസ് തീറ്റ എന്ന് പറയാൻ പറ്റും, കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡി കോസ് തീറ്റ എന്നും പറയാൻ പറ്റും. ഓക്കെ, അതിനൊരു വേറെ ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റുക ഫോഴ്സ് ഇൻറ്റു ദ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് അല്ല പോട്ടെ ഇങ്ങനെ പറയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ദ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് അലോങ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന രീതിയിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ദ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് അലോങ് ഡിസ്പ്ലേസ്മെൻറ്റ് ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതൊന്നും പോട്ടെ, വെരി ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെന്താണ് ഇഫ് ദ ആംഗിൾ ഇവർ തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ എഫ് ഡി കോസ് 0 ഇസ് 1, സോ എഫ് ഡി എന്ന് പറയാൻ പറ്റും. ഈ ആംഗിൾ 180 ആണെങ്കിൽ കോസ് 180 ഇസ് -1, സോ എഫ് ഡി മൈനസ് എഫ് ഡി എന്ന് പറയാൻ പറ്റും എന്ത് വർക്ക്. അതേപോലെ ആംഗിൾ 90 ആണെങ്കിൽ 0 എന്ന് പറയാൻ പറ്റും, ബിക്കോസ് കോസ് 90 ഈസ് 0 എന്ന് പറയാൻ പറ്റും. ബിക്കോസ് കോസ് എന്താണ്, കോസ് 4n+1 പൈ അല്ലെങ്കിൽ എന്താ പറയുക രണ്ടും കൂടി കോസ് 2n+1 π/2 ഇസ് ഓൾവേസ് 0. നമ്മളിപ്പോൾ മാത്സ് പഠിച്ചിട്ടേ ഉള്ളൂ. ഇനി ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ആംഗിൾ 90നേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ആംഗിൾ 90 ആണെങ്കിൽ വർക്ക് ഡൺ 0. ആംഗിൾ 90യുടെയും 180യുടെയും ഇടയിലാണെങ്കിൽ ദ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. എന്താണ് വർക്ക് ഡൺ ബൈ ടെൻഷൻ ഓൺ എ, ദാറ്റ് ഈസ് ടെൻഷൻ ഓൺ എ ആണെങ്കിൽ മോളോട്ടേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മോളോട്ടേക്കിനെ ഫോഴ്സ്, സോ ഇറ്റ്സ് പോസിറ്റീവ്. ആൻഡ് വർക്ക് ഡൺ ബൈ ടെൻഷൻ ഓൺ ബി, മോളോട്ടേക്ക് ടെൻഷൻ ഫോഴ്സ് താഴോട്ടേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് മീൻസ് ദ വർക്ക് ഈസ് നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ എ, ഗ്രാവിറ്റി താഴോട്ടേക്ക് mg ചെയ്യുന്നുണ്ട്, പക്ഷേ ബോഡി മോളോട്ടേക്കാണ് പോകുന്നത്, സോ ഫോഴ്സും ഡിസ്പ്ലേസും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് മീൻസ് നെഗറ്റീവ് ഫോഴ്സ് എന്ന നെഗറ്റീവ് വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റും. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ ബി, ദാറ്റ് ഈസ് പോസിറ്റീവ് ബിക്കോസ് ബോത്ത് ഹാവ് ദി സെയിം ഡയറക്ഷൻ, ദി ഫോഴ്സ് ആൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഹാവ് ദി സെയിം ഡയറക്ഷൻ. അടുത്തെന്താണ് ഇവിടെ നിന്നൊരു ബോഡി എന്താണ് ഒരു സ്ട്രിങ് ഉണ്ട്, അവിടെ ഒരു പർട്ടിക്കുലർ ബോഡി വെച്ചിട്ടുണ്ട്, അത് ഡ്രോപ്പ് ചെയ്യാൻ അവിടുന്ന് ഇങ്ങനെ പോയി വെലോസിറ്റി ശരി ഒ മുതൽ എ വരെ, ഒ എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റ് ഒ മുതൽ എ വരെ എന്താണ് ചോദിക്കുന്നത് വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ്. അപ്പോൾ എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോഡിയുടെ മൂവ്മെൻറ്റിന് ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്, അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവാണ്. എ മുതൽ ബി വരെ ആണെങ്കിൽ എപ്പോഴും ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഓപ്പോസ് ചെയ്യും, സോ ഇറ്റ്സ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും എന്ത് വർക്ക് ഡൺ. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ ഒരു കൺസെപ്റ്റ്, എന്താണ് ഇതൊരു ചെറിയ കൺസെപ്റ്റാണ്, കൺസെപ്റ്റ് ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഡയറക്റ്റ് വർക്ക് ഡൺ ബൈ ഫോഴ്സ് എഫ്, സോ 80 ഇൻറ്റു എത്ര 10 മീറ്റർ 800 പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എത്ര, ഇത് ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 0.5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് mg, ദാറ്റ് ഈസ് നോർമൽ, സോ 5 ആണ് ഫ്രിക്ഷൻ, 550 ആണ് ഫ്രിക്ഷൻ, സോ 50 ഇൻറ്റു 110 ദാറ്റ് ഈസ് 500, പക്ഷേ നെഗറ്റീവ് ഡയറക്ഷൻ ബിക്കോസ് ദ ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ 180 ഡിഗ്രി, അതുകൊണ്ട് -500 കിട്ടും. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് 0 ബിക്കോസ് 90 ഡിഗ്രിയാണ് അവർ തമ്മിൽ ആംഗിൾസ്. വർക്ക് ഡൺ ബൈ നോർമൽ ഈസ് ഓൾസോ 0 ബിക്കോസ് 90 ഡിഗ്രിയാണ്, സോ രണ്ടുപേരും 0. അപ്പോൾ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് ചോദിച്ചാൽ എല്ലാം കൂടി ആഡ് ചെയ്ത് ദാറ്റ് ഈസ് 300. സോ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് അത് തന്നെയാണ് വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇവിടെ വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് എന്ന് ചിന്തിച്ച് നോക്ക്. വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നെറ്റ് ഫോഴ്സ് വെർട്ടിക്കലിൽ ഒരു ഫോഴ്സും ഇല്ല, രണ്ടും ഇക്വിലിബ്രിയം ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകുന്നത്, നോർമൽ ഈസ് mg. ആൻഡ് റൈറ്റിൽ മാത്രമേ ഒരു ഫോഴ്സ് ഉള്ളൂ നെറ്റായിട്ട്, സോ അത്രയാണ് 80 എത്ര 50 വർക്ക്, ദാറ്റ് ഈസ് 30 നെറ്റ് റൈറ്റ് സൈഡിലോട്ടേക്കുണ്ട്. ആ 30 ഇൻറ്റു 10 ദാറ്റ് ഈസ് 300 വർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് വെച്ചാൽ എല്ലാ ഫോഴ്സും ചെയ്യുന്ന എല്ലാ വർക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമ്മളിവിടെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് വർക്ക് എനർജി തിയറം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യാണ്. വർക്ക് എനർജി തിയറം എന്താണ് പറയുന്നത്, വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്, അതായത് വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം അങ്ങനെയും പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പം ചെയ്ത വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ദാറ്റ് ഈസ് 300
ദാറ്റ് ഇസ് ഇക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി ഫൈനൽ സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ബട്ട് ഇനീഷ്യലായിട്ട് റെസ്റ്റിലാണ് ആയതുകൊണ്ട് തന്നെ നമുക്കത് 0 എന്ന് പറയാൻ പറ്റും. സോ ഇവിടുന്ന് എം അറിയാം, 2 അറിയാം, അപ്പോൾ വി ഫൈനൽ കിട്ടാൻ പറ്റും. സോ വി ഫൈനൽ കിട്ടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. അല്ലെങ്കിൽ നമുക്ക് വി ഫൈനൽ കണ്ടെത്താൻ വേറെ ഒരു മെത്തേഡ് ഉള്ളത് നമുക്ക് കൈനമാറ്റിക്സ് വഴിയിൽ പോകാൻ പറ്റും. കൈനമാറ്റിക്സ് എങ്ങനെയാണ്? കൊണ്ടുവന്ന ഫോഴ്സ് ദാറ്റ് ഇസ് 80 മൈനസ് 50 ഡിവൈഡ് ബൈ മാസ് ദാറ്റ് ഇസ് 10 ദാറ്റ് ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ. സോ ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഇനീഷ്യൽ ദാറ്റ് ഇസ് 0 പ്ലസ് 2 ആക്സലറേഷൻ ഇൻറ്റു എസ്. ആക്സലറേഷൻ ഗിവൺ, വി നോട്ട് ഗിവൺ, എസ് ഇസ് ഗിവൺ ദാറ്റ് ഇസ് 10. സോ എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ കിട്ടും വളരെ സിമ്പിളായിട്ട്. ഓക്കെ, സോ വർക്ക് എനർജി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സാർ ഇവിടെ കൊടുത്തതാവുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ എന്താണ് അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ആദ്യം എന്ത് ചെയ്യുക? നോർമൽ റിയാക്ഷൻ കണ്ടെത്താം. നോർമൽ റിയാക്ഷൻ കണ്ടെത്തണമെങ്കിൽ ഇതിനൊന്ന് റിസോൾവ് ചെയ്യേണ്ടി വരും. ഒന്ന് 60 80 ഉണ്ട്. അപ്പോൾ 60 പ്ലസ് നോർമൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 100. സോ നോർമൽ ഈസ് ഈക്വൽ ടു 40 എന്ന് പറയാൻ പറ്റും. സോ 40 ഇൻറ്റു 0.1. സോ 4 ആണ് നമ്മുടെ എത്ര ഫ്രിക്ഷൻ? എത്ര ഫ്രിക്ഷന് 4 ആണ്. സോ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈസ് -4 ഇൻറ്റു 10 ദാറ്റ് ഈസ് -40. വർക്ക് ഡൺ ബൈ ഫോഴ്സ് ദാറ്റ് ഈസ് 80. കറക്റ്റ് ഹൊറിസോണ്ടലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, 100 കോസ് തീറ്റ ഇൻറ്റു ഡി എന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ കാരണം കോമ്പണൻറ്റ് ദാറ്റ് ഈസ് 80 ഇൻറ്റു 100 ദാറ്റ് ഈസ് 800 എന്ന് കിട്ടും. അപ്പോൾ എല്ലാം കിട്ടി. നോർമലി ഗ്രാവിറ്റി 0 ബിക്കോസ് ആംഗിൾ ഈസ് 90. ഇനി വേണ്ട എന്താ? വി ഫൈനൽ കണ്ടെത്തണമെങ്കിൽ വർക്ക് എനർജി പവർ ഉപയോഗിക്കാം. ഓക്കെ, വർക്ക് എനർജി പവർ ഉപയോഗിച്ചിട്ട് വി ഫൈനൽ കണ്ടെത്താം. അല്ലെങ്കിൽ കൈനമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് വി ഫൈനൽ കണ്ടെത്താം. എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം, വി ഫൈനൽ കണ്ടെത്താം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഓടുന്നുണ്ട്, എന്താ സ്പീഡ് പോകുന്നുണ്ട് വിചാരിച്ചോ. അപ്പോൾ അയാളെ കൊണ്ടുപോകുന്ന ഫോഴ്സ് ഡെഫിനറ്റ്ലി ഫ്രിക്ഷനാണ്. ആ ഫ്രിക്ഷൻ കാരണം തന്നെയാണ് ഇയാളുടെ സ്പീഡ് കൂടുന്നത് അല്ലെങ്കിൽ ആക്സലേഷൻ കൂടുന്നത്. ഓക്കെ, വെലോസിറ്റിയും ആക്സലേഷൻ സെയിം ഡയറക്ഷനാണ്. ഓക്കെ ഫൈൻ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഈസ് ആക്ച്വലി 0. എന്തുകൊണ്ട് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് 0 ആണ്? ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളത്. അതുകൊണ്ട് ഫ്രിക്ഷൻ ഒരു നോൺ സീറോ വാല്യൂ ആണല്ലോ വേണ്ടത്. അറ്റ്ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ആണ് വേണ്ടതെന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈ 0 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമ്മൾ ചിന്തിക്കണം. നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഒരു മനുഷ്യന് നടക്കുന്ന സമയത്ത് ആദ്യം അയാൾ കാലിവിടെ വെക്കും. ഓക്കെ, എന്നിട്ട് ആ കാല് അവിടെ നിന്ന് മാറ്റിയിട്ടാണ് അടുത്ത കാല് ഇവിടെ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കാല് അടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ കാല് വെക്കും. അങ്ങനെ ആ കാല് മാറ്റിയിട്ടാണ് വെക്കുന്നത്. അല്ലാണ്ട് ആ കാല് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലിപ്പാവുന്നില്ല. മനസ്സിലാക്കണം, വ്യത്യാസം മനസ്സിലാക്കണം. കാല് അവിടെ നിന്ന് ഇങ്ങനെ സ്ലിപ്പാവുന്നില്ല, കാല് ജസ്റ്റ് മാറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ പറഞ്ഞ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കൈനറ്റിക് ഫ്രിക്ഷൻ അല്ല. അതെന്ത് ഫ്രിക്ഷനാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. കാരണം ആ ബോഡി അവിടെ നിന്നിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാണ്ട് നേരെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കാല് മാറ്റി അടുത്ത സ്ഥലത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കാല്, അല്ലേ? അപ്പോൾ അവിടെ ബോഡിക്ക് അങ്ങനെ ഒരു സ്ലിപ്പിംഗ് സംഭവം ഉണ്ടാകുന്നില്ല. അപ്പം ഫ്രിക്ഷൻ കൊടുക്കുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ആ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ബോഡിക്ക് ഒരു പ്രത്യേകിച്ച് റിലേറ്റീവ് മോഷനോ കാര്യങ്ങളൊന്നുമില്ല. ദാറ്റ് മീൻസ് ആ ബോഡിക്ക് ആ ഫ്രിക്ഷൻ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നൽകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പോയിന്റിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നൽകുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈസ് 0. പക്ഷേ ആക്സലേഷൻ കൊടുക്കുന്നത് ആരാണ്? ഫ്രിക്ഷൻ തന്നെയാണ് ഡെഫിനറ്റ്ലി. സോ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ഫ്രിക്ഷന് ഈവൻ തോ വർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഫ്രിക്ഷൻ എന്ത് കൊടുക്കുന്നുണ്ട്? ആക്സലേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതേപോലെ ഈ ഒരു കേസിൽ ഇതൊരു യൂണിഫോം സർക്കുലർ മോഷനാണ്. വെലോസിറ്റി എല്ലാം വെലോസിറ്റി ഉണ്ട്. പക്ഷേ എന്താണ്? വർക്ക് ഡൺ ബൈ ടെൻഷൻ ഈസ് 0. എന്തുകൊണ്ടാണ്? ടെൻഷനും വെലോസിറ്റിയും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ്. സോ 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. വെലോസിറ്റിന് അതേ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വി കുഡ് സേ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ ഈസ് 0 എന്ന് പറയാൻ പറ്റും. ശരി, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇയാളുടെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് 0 ആണ്, നോർമൽ ചെയ്യുന്ന വർക്ക് 0 ആണ്, mg ചെയ്യുന്ന വർക്ക് 0 ആണ്, വേറൊരു ഫോഴ്സും ഇയാളുടെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം 0, വർക്ക് ഡൺ ഈസ് കംപ്ലീറ്റ്ലി 0 ആണെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാവുമോ? ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് കാണുമ്പോൾ ഉണ്ട്, കാരണം വെലോസിറ്റി കൂടുന്നുണ്ട്. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് എന്താണ്? ഒരു സെൻസും ഉണ്ടാവുന്നില്ലല്ലോ. വർക്ക് ഡൺ ഇല്ലാണ്ട് തന്നെ എങ്ങനെയാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്? അപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരു ഫോഴ്സ് ആക്ച്വലി മറന്നു പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ എനർജി. ഈവൻ തോ ഇൻറ്റേർണൽ എനർജി ഫോഴ്സ് കൊടുക്കുന്നില്ല, അതേപോലെ ഇൻറ്റേർണൽ എനർജി ആക്സലറേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇൻറ്റേർണൽ എനർജി ആയിട്ടുള്ള നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന എനർജി, ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയുടെ മസിൽ എനർജി, നമ്മുടെ ബോഡി തന്നെ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആ ഒരു ഫോഴ്സ്, എക്സ്റ്റേണൽ അല്ല ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി വർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്?
ആക്സലറേഷൻ കൂട്ടാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ആ ഒരു ഇൻറ്റേർണൽ എനർജിയാണ് ഇവിടെയുള്ള ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. വർക്ക് ഡൺ ബൈ ഇൻറ്റേർണൽ എനർജിയാണ് ഇൻറ്റേർണൽ ഫോഴ്സ്. ഇൻറ്റേർണൽ ഫോഴ്സ് അതാണ് നമ്മളെ ഇവിടെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്, കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ചെയ്യും പ്രേരിപ്പിക്കുന്നത്. സോ ഇൻറ്റേർണൽ ഫോഴ്സസ് എന്താണ്, ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം എന്താണ് ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എന്താണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതേപോലെ എന്താണ് പിന്നെ അതുമാത്രമല്ല ചില ഫോഴ്സസ് ഒരു കാര്യം കൂടി പോസിബിൾ ആണ്, ദാറ്റ് ഈസ് ഫോഴ്സ് എന്താണ് ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് വർക്ക് ഡൺ ഇല്ല, ദാറ്റ് ഈസ് ഫ്രിക്ഷൻ തന്നെ അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ എന്താണ് ആക്സലറേഷൻ എപ്പോഴും ആര് കാരണം ഉണ്ടാകത്തുള്ളൂ, എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാകത്തുള്ളൂ. ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം ഒരിക്കലും ആക്സലറേഷൻ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ടെൻഷൻ അങ്ങനെ ഉള്ളിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ആകെ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പുറത്തുള്ള ഫോഴ്സ് മാത്രമല്ലേ കൺസിഡർ ചെയ്യുള്ളൂ. സോ അത് തന്നെ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം ഒരിക്കലും ആക്സലറേഷൻ ഉണ്ടാവില്ല, പക്ഷേ വർക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെ ആക്സലറേഷൻ കൊടുക്കുന്ന ഫോഴ്സസ് എപ്പോഴും വർക്ക് ചെയ്യണം എന്ന് ഇല്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അത്രേ